പ്രാർത്ഥനയ്ക്കെതിരെ ഭരണകൂടം തിരിഞ്ഞപ്പോൾ അതിശക്തമായി അവിടുത്തെ വിശ്വാസികളുടെ വിശ്വാസ തീക്ഷ്ണത വർദ്ധിച്ചു എന്ന് പറഞ്ഞാൽ നാം ചിലപ്പോൾ അത്ഭുതപ്പെട്ടേക്കാം. സ്പെയിനിലെ മാഡ്രിഡ് സർക്കാർ കഴിഞ്ഞ വർഷം പൊതുപ്രാർത്ഥന ക്രിമിനൽ കുറ്റമാക്കിയും മാതൃരാജ്യത്തിനായുള്ള ജപമാല ചൊല്ലുന്നതുമെല്ലാം നിരോധിക്കുന്ന സാഹചര്യത്തിലേക്ക് നീങ്ങിയപ്പോഴായിരുന്നു റൊസാരിയോ ഡി ഫറാസ് എന്ന ക്രിസ്ത്യൻ പ്രാർത്ഥനാ സംഘടന ഭരണകൂടം ഇല്ലാതാക്കാൻ ശ്രമിക്കുന്ന പ്രാർത്ഥന തന്നെ ഒരായുധമാക്കി മാറ്റിയത്. 2023 നവംബർ 12 മുതൽ എല്ലാ ദിവസവും മാഡ്രിഡിലെ മാതാവിൻ്റെ നാമത്തിലുള്ള ദേവാലയത്തിൽ രാജ്യത്തിനും ലോകം മുഴുവനും വേണ്ടിയും ജപമാല ചൊല്ലി പ്രാർത്ഥിക്കുന്നത് ഇന്നും മുടങ്ങിയിട്ടില്ല. ഇത്രയും വിലക്കുകളുള്ള സമയത്തും എന്തിനു പ്രാർത്ഥിച്ചു എന്ന ചോദ്യത്തിന് ദൈവത്തോടുള്ള അനുസരണ എന്ന ഒറ്റ വാക്കിലുള്ള ഉത്തരമാണ് റൊസാരിയോ ഡി ഫറാസിൻ്റെ സംഘാടകനായ ജോസ് ആൻഡ്രേസ് കാൽഡറോൺ പറയുന്നത്. ഒരേ ഒരു നിയോഗത്തിനായി സ്പെയിനിലെ വിശ്വാസികൾ പ്രാർത്ഥിക്കുമ്പോൾ ലോകത്തിലെ വിവിധ കോണുകളിൽ നിന്നും അനേകം വിശ്വാസികൾ ഈ നിയോഗത്തെ ചേർത്ത് വെച്ച് സ്വയം പ്രാർത്ഥിക്കുന്നുണ്ടെന്നും കാൽഡറോൺ പറഞ്ഞു. പ്രാർത്ഥന ആർക്കും ദോഷമുള്ള ഒന്നല്ല. പിന്നെ എന്തുകൊണ്ട് ഭരണകൂടം ഇതിനെ ഇത്രയും വെറുക്കുന്നതെന്ന ചോദ്യമാണ് വിശ്വാസി സമൂഹം ഒന്നടങ്കം ചോദിക്കുന്നത്. ഏതായാലും പ്രാർത്ഥനയെ തകർക്കാൻ ശ്രമിച്ചപ്പോൾ വിശ്വാസികൾ കൂടുതൽ തീക്ഷ്ണതയോടെ പ്രാർത്ഥിക്കുന്ന കാഴ്ചകളാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്.